വെൽക്കം ടു മല്ലൂക്യുളർ. ഒരു ഗംഭീര മാച്ച്, അതിഗംഭീരമായിട്ടുള്ളൊരു റെമോണ്ടാഡ ആൻഡ് ഒരുപാട് കൺസേൺസ്. അതൊക്കെയാണ് ഇപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് തന്നെ മാച്ചിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം, ദെൻ കൺസേൺസിനെ കുറിച്ച് പറയാം. ഓക്കെ, ഫസ്റ്റ് തന്നെ മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഗംഭീരമായിട്ട് ആ മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് മിസ് ചെയ്തോട്ടെ, ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടില്ല, സെക്കൻഡ് ഹാഫ് കാണുന്നത്. എനിവേ ഫസ്റ്റ് ഹാഫ് കുറച്ചേ കണ്ടിട്ടുള്ളൂ. അത് വെച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു ഷാർക്കിൻ്റെ ഗോൾ അടിപൊളി ഗോളായിരുന്നു. ആള് കൃത്യമായിട്ട് സ്പേസ് ഫൈൻഡ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഷോട്ട് എടുക്കുന്നു, ഗോൾ സ്കോർ ചെയ്യുന്നു. ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ ക്വാളിറ്റിയാണ്, ഒരു ഗോൾ സ്കോററുടെ ക്വാളിറ്റിയാണ് ആളവിടെ കാണിച്ചിട്ടുള്ളത്. സോ അത് അടിപൊളിയായിരുന്നു. സോ ആള് പ്രോമിസിങ് ആണ്. നമുക്ക് ഈ സീസണിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഷാർക്ക് ഇത്രയും നല്ല ഫോമിലേക്ക് ഉയരുന്നത് ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളൊരു സംഭവം. അങ്ങനെ ഒരു ഗോൾ ലീഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് 3 മിനിറ്റിനകം തന്നെ നമുക്ക് തിരിച്ച് ഗോൾ കിട്ടുന്നുണ്ട്. അപ്പം തിരിച്ച് കിട്ടിയ ഗോൾ ഉണ്ടല്ലോ, അത് തന്നെ ഉണ്ട് നമ്മുടെ ടീമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അത് ജെറാർഡ് മാർട്ടിനാണ്. ജെറാർഡ് മാർട്ടിനെ അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് ഗോൾ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ജെറാർഡ് മാർട്ടിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെയാണ് ആ ഒരു ഗോൾ വരുന്നത്. അത് അവർ സ്കോർ ചെയ്തു. ബോർഹയാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാച്ച് മുന്നോട്ട് പോയി. 1-1 ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിലുള്ള ടോട്ടലി മൊമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് മൊമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഇപ്പം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് എക്കെയിൻ അത് ജെറാർഡ് മാർട്ടിൻ്റെ സൈഡാണ്. മാച്ചിൽ ഒരു 4-5 മൊമെൻറ്റ്സ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്പർ 10 ആയിട്ടുണ്ടായിരുന്നു ഫെർമി ആയിരുന്നു. അപ്പം ഫെർമി കുറച്ച് ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫെർമി കഴിഞ്ഞൊരു സീസണിൽ കണ്ട ആ ഒരു ഗോൾ സ്കോർ ഫെർമിയിലേക്ക് ഇപ്രാവശ്യം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ആൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫെർമി ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അടിപൊളിയായിരിക്കും. സോ ഫെർമിൻ്റെ അടുത്ത് ഗോൾ കൂടെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഫെർമിൻ്റെ അടുത്തൊന്നും ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാത്തത് ഒരു പ്രശ്നമായിരുന്നു. ഓൽമൊക്കെ വരികയാണെങ്കിൽ, ഓൽമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിലി ടെക്നിക്കലായിട്ടുള്ള ലോ ബ്ലോക്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ ഫെർമി എന്ന് പറഞ്ഞാൽ ലോ ബ്ലോക്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ അല്ല. അവർ അത്ലറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് പോയിട്ട് ഗോളൊക്കെ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. അപ്പം ഈ ടീംസ് ഈ ലോ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫെർമി കാര്യമായിട്ട് പതറിപ്പോവാണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിഫൻസിനെതിരെ വരുന്ന സമയത്ത് പലപ്പോഴും ഫെർമി പതറിപ്പോവാണ്. നെക്സ്റ്റ് സീസൺ ആകുമ്പോഴത്തേനും അത് കാര്യമായിട്ട് ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ ഫ്ലിക്ക് കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സോ പിന്നെ നമ്മളെ യമാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കുറവ് അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നു. റഫീഞ്ഞ ആയിരുന്നു റൈറ്റിലുണ്ടായിരുന്നത്. റഫീഞ്ഞ റൈറ്റിൽ ഭയങ്കര ഡൗൺ ആയിരുന്നു യമാൽ വരുന്നവരെ. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഫ്രങ്കിൻ്റെ മിസ്റ്റേക്ക്. പിന്നത്തെ 2 ഗോളിലും ഫ്രങ്കിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകളുണ്ട്. ആ കൺസേൺ നമ്മൾ ലാസ്റ്റ് പറയാം. ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു സെക്കൻഡ് ഗോൾ വരുന്ന തന്നെ അത് ഫ്രങ്കി പ്രോപ്പറായിട്ട് കെയർ ചെയ്തിരുന്നെങ്കിൽ ഒഴിവാക്കായിരുന്നു. തേർഡ് ഗോളിൽ ഒന്നെങ്കിൽ ഫ്രങ്കി ഒന്നുകൂടെ കയറി ഇടപെട്ടിട്ട് ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് തടയിടാനുള്ള ഒരു ശ്രമം നടത്തണമായിരുന്നു. സോ ഫ്രങ്കിൻ്റെ ആ ഒരു ഡിഫെൻസീവ് അവയർനെസ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3 ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവസ്ഥ ഭയങ്കര ഷോക്കായിരുന്നു. നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പെഡ്രി പല സമയത്തും മുന്നോട്ട് ഇങ്ങനെ ബോൾ സ്പ്രേ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടുന്ന് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവിടുന്ന് ഒരു പ്രോപ്പർ ലിങ്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ പെഡ്രിൻ്റെ ഒരു പ്രോപ്പർ ബോൾ വരുമ്പോൾ അത് തിരിച്ച് റഫീഞ്ഞക്ക് വെക്കാൻ വേണ്ടിയിട്ട് ലെവൻഡോസ്കി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ അവരുടെ ഡിഫൻസ് പുഷ്പം പോലെ റാഞ്ചി എടുത്തുകൊണ്ട് പോവാണ്. സോ ഒരു പ്രോപ്പർ കണക്ഷൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ മാച്ച് മുന്നോട്ട് പോയ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഹാൻസി ഫ്ലിക്കിൻ്റെ പ്രോപ്പർ ഗെയിം മാനേജ്മെൻറ്റിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ആൾ ഇറക്കിയ 11-ൽ അതിൻ്റേതായിട്ടുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു. ആൾ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ആ പാളിച്ചകൾ പരിഹരിക്കുകയാണ്. ആൾ ലമിൻ യമാലിനെ കൊണ്ടുവരികയാണ്, അതേസമയം ഡാനി ഓൾമോനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻസും കളി തിരിച്ചു എന്ന് തന്നെ പറയാം. എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഡാനി ഓൾമോൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡാനി ഓൾമോ ഭീകര ഇമ്പാക്റ്റ് ആണ്. യമാലിൻ്റെ അപ്പുറമുള്ള ഇമ്പാക്റ്റ് തന്നെ അവിടെ ഡാനി ഓൾമോ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് യമാൽ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് എത്തിയ ശേഷം ഫസ്റ്റ് തന്നെ വലിയൊരു പോസിറ്റീവ് സൈനായിട്ട് റഫീഞ്ഞ ലെഫ്റ്റിലേക്ക് വരുന്നു, യമാൽ റൈറ്റിൽ നിൽക്കുന്നു, ലെവൻഡോസ്കി സെൻറ്ററിൽ നിൽക്കുന്നു. 10 ആയിട്ട് അവിടെ ഡാനി ഓൾമോ എത്തുകയാണ്. അപ്പം ഈ ഒരു റഫീഞ്ഞ ലെവൻഡോസ്കി ഓൾമോ കോംബോ എന്ന് ഫസ്റ്റ് തന്നെ ഗോൾ വരികയാണ്. ലെവൻഡോസ്കി ഒന്നുകൂടെ ഡീപ്പിൽ വന്നിട്ട് റഫീഞ്ഞക്ക് ബോൾ കൊടുക്കുന്നു. റഫീഞ്ഞിൻ്റെ ഭംഗിയായിട്ടുള്ള ബോൾ ഓൾമോക്ക് കിട്ടുന്നു. ഓൾമോ അത് സ്കോർ ചെയ്യുന്നു. സോ
മാച്ച് 3-2 എത്തി. ആൻഡ് എഗെയിൻ നമ്മുടെ സൂപ്പർ സബായിട്ട് വന്നിട്ടുള്ള യമാലിൻ്റെ ഷോ നടക്കുകയാണ്. യമാൽ റൈറ്റിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ റഫീഞ്ഞക്ക് തൂക്കിയിട്ട് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ തലക്ക് ഭാഗമായിട്ട് ഇട്ട് കൊടുക്കുന്നു. റഫീഞ്ഞ സ്കോർ ചെയ്യുന്നു. എന്നിട്ടുള്ള സെലിബ്രേഷൻ ഉണ്ടല്ലോ, മാഡ് സെലിബ്രേഷൻ. അതായത് ഒരു പാഷൻ കാണാനുണ്ട്. 4ാമത്തത് നമ്മൾ അടിക്കും എന്നുള്ള ഒരു പാഷൻ, ആ ഒരു മൈൻഡ് സെറ്റ് ആ യമാലിൻ്റെ മുഖത്തൊക്കെ കാണാനുണ്ട്. അങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മാച്ച് അത്യാവശ്യം നമ്മൾ കളിക്കുന്നുണ്ട് പിന്നീട് മുന്നോട്ടും. അതേസമയം ഒരുപാട് കൗണ്ടർ അറ്റാക്കുകൾ ഇവരെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ആരെ സൈഡിൽ നിന്ന്? നമ്മുടെ സെൽട്ട വിഗോൻ്റെ സൈഡിൽ നിന്ന്. പക്ഷെ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തു. അവിടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി ഉണ്ട്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് മാൻ ടാക്കിളാണ് നമ്മുടെ ഇനീഗോ മാർട്ടിനസ് നടത്തിയിട്ടുള്ളത്. അതായത് സെൽട്ട വിഗോൻ്റെ അറ്റാക്കർ ബോളിട്ട് പോകുന്ന സമയത്ത് ആൾ ലാസ്റ്റ് മാൻ ആയിരുന്നു ഇനീഗോ. അത് ഭംഗിയായിട്ട് തന്നെ ആളൊരു ഫൗളിലേക്ക് കലാശിക്കാതെ ഭംഗിയായിട്ട് തന്നെ അവിടുന്ന് ബോൾ വിൻ ചെയ്തിട്ട് ആ ഒരു അറ്റാക്കിംഗ് സിറ്റുവേഷൻ അവിടുന്ന് ഒഴിവാക്കാനുണ്ടായത്. അവിടെ പ്രോപ്പറായിട്ടുള്ള ഇടപെടൽ ഒരു പക്ഷേ ഇനീഗോ മാർട്ടിനസിൻ്റെ സൈഡിൽ നിന്നും വന്നില്ലായിരുന്നെങ്കിൽ അത് ഗോളായി മാറിയേനെ. നമ്മൾ 4-3 ഡൗണിൽ പോയേനെ. സോ മാച്ചിൻ്റെ ഡൈനാമിക്സേ മറ്റൊന്നായി മാറിയേനെ. ആൻഡ് എടുത്തു പറയേണ്ട വേറൊരു സംഭവം കൂടിയുണ്ട്. അത് റയൽ സോസിഡാഡിനെതിരെയുള്ള മാച്ചിൽ, കഴിഞ്ഞ മാച്ചിൽ ഇതേപോലെ ഒരു ടാക്കിള് അപ്പോഴും ഇനിഗോ മാർട്ടിനസ് നടത്തിയിട്ടുണ്ട്. അപ്പം അവിടെ അത് ഗോളായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ പോയേനെ. നമ്മൾ ചിലപ്പം എനിക്കൊന്ന് ഡ്രോ ആയി മാറിയേനെ. സോ ടീമിൻ്റെ രക്ഷകനായിട്ട് നിർണായക സമയത്ത് ഇനീഗോ മാർട്ടിനസ് മാറുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ സീസണിൽ നമ്മൾ ലാലിഗ അടിക്കുകയാണെങ്കിൽ ഈ 2 ടാക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ 2 ടാക്കിളാണ് നമ്മളിനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ലാലിഗ അടിപ്പിക്കുക എന്ന് ഞാൻ പറയും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ 2 ടച്ചുകൾ. നമ്മുടെ ഇനീഗോ മാർട്ടിനസിൻ്റെ സൈഡിൽ നിന്ന് ഗോള് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടുള്ള ആ ടച്ചുകൾ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഇനീഗോൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ 3-1 ബാക്ക് പോയ സമയത്ത്, സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്ന് കളി ഓൺ ആയ സമയത്ത് ഇനീഗോക്ക് കൊടുക്കുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. ബോൾ എടുത്ത് മുന്നോട്ട് വരുന്നു, ഗംഭീരമായിട്ട് ആൾ ഫൈനൽ തേർഡിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊക്കെ ഇനീഗോ അവിടെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇനീഗോൻ്റെ ആ ഒരു എനർജി, ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ ഒരു വോക്കൽ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ടീമിന് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ട്രയൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ ബൊറൂഷ്യനായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലാക്ക് ചെയ്തത് ഇതൊക്കെ തന്നെ ആയിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഇനീഗോനെ പോലത്തെ ഒരു ലീഡർഷിപ്പ് ഫിഗർ ഉള്ളത് ഒരു കംബാക്കിലേക്ക് നമ്മളെ നയിക്കുന്നതിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കംബാക്കിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇതാ പറയുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ടീമിൽ വേണം. നമ്മുടെ ടീമിൽ പ്രോപ്പർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനീഗോ മാർട്ടിനസ് മാത്രമാണ്. സോ ആളവിടെ കാര്യമായിട്ടുള്ള അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. പിന്നെ ഫൈനലി മാച്ച് ഒരു 98-ാം മിനിറ്റിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് അവിടെ നമുക്ക് ആ ഒരു ഗോൾ കിട്ടുന്നത്. അതായത് ഓൽമോനെ ഫൗൾ ചെയ്യാണ്, അപ്പം പെനാൽറ്റി കിട്ടുന്നു. 98-ാം മിനിറ്റിൽ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ ടൈറ്റിൽ റേസിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു പെനാൽറ്റി കിട്ടുമ്പോൾ ഒരു പ്രഷർ ആലോചിച്ച് നോക്കിക്കേ. ആ പ്രഷറിനെ എഗെയിൻ റഫീഞ്ഞ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പെനാൽറ്റി സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 4-3 റെമോണ്ടാഡ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നല്ല മാച്ചായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു 3-1 പിന്നെ പോയി 4-3 കംബാക്ക് എടുത്തെന്ന് പറയുമ്പോൾ അത് തരുന്ന മെൻ്റൽ ബൂസ്റ്റ് എപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഇത് ടൈറ്റിൽ റേസിൽ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു 3 പോയിൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാച്ചും ഫൈനലാണ്. എല്ലാ 3 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫൈനൽ വിജയം പോലെയാണ്. സോ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് പ്ലെയേഴ്സ് കാണിച്ചു, അതിനുള്ള റിസൾട്ട് നമ്മൾ കിട്ടി. പിന്നെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ടെക് ഒരു ഡബിൾ സേവ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ടെക്കിൻ്റെ അടുത്ത് ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഗോൾ ടെക്കും കുബാർസും തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അത് ശരിയാണ്. പക്ഷേ ആള് പല സമയത്തും നമ്മൾ താങ്ങി നിർത്തിയിട്ടുണ്ട്. ടെക്കിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കുബാർസി, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഗോളിൽ കുബാർസിൻ്റെ ആ ഒരു ചെറിയ പ്രശ്നമായിട്ട് നിന്നെങ്കിൽ പോലും പിന്നീട് ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇനീഗോ മാർട്ടിനസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് കൂണ്ടൻ്റെ സൈഡിലേക്ക് ഫസ്റ്റ് വരാം. കൂണ്ടെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പോലും കൂണ്ടൻ്റെ സൈഡിൽ തന്നെയാണ് ഫസ്റ്റ് കൺസേൺ പറയേണ്ടത്. ഓക്കെ, കൺസേണും പെർഫോമൻസ് ഒരുമിച്ച് പറഞ്ഞു പോവാം. അപ്പോൾ കൂണ്ടൻ്റെ സൈഡിൽ നിന്നുള്ള കൺസേൺ പറയുകയാണെങ്കിൽ കൂണ്ട പലപ്പോഴും മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. പക്ഷെ ലക്കിലി അതൊന്നും പണിഷ് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ സെൽട്ട വിഗോ അതൊന്നും മുതലെടുത്തില്ല എന്ന് പറയാം. അപ്പം എപ്പോഴും ഒരു ടീം അത് മുതലെടുക്കാതിരിക്കുന്നു വിചാരിക്കേണ്ട.
ചില സമയത്ത് ടീമുകൾ ആ മിസ്റ്റേക്കുകൾ ചാടി പിടിച്ചെടുക്കും, മുതലെടുക്കും, ഗോളടിക്കും, അതാണ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ കൂണ്ടനെ കുറ്റം പറയില്ല, ഒരിക്കലും ഞാൻ കൂണ്ടനെ കുറ്റം പറയില്ല. കാരണം കൂണ്ടയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മാനുഷിക പരിഗണന ഉണ്ട്. ഒരു പ്ലെയർ നമ്മളെപ്പോലെ ശ്വാസകോശം സ്പോഞ്ച് പോലുള്ള ശ്വാസം വലിക്കുന്ന ഒരു മനുഷ്യനാണത്. അപ്പം ആള് ഡിസേർവ് ചെയ്യുന്ന മാനുഷിക പരിഗണന ഉണ്ട്. ഇവന്മാർക്ക് റെസ്റ്റ് കിട്ടണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മാച്ചായി കൂണ്ട എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ വീക്കിലും 2-3 മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രാൻസ് പോയാൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, 90 മിനിറ്റ്, 95 മിനിറ്റ്, 96 മിനിറ്റൊക്കെ ഈ പഹയൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് എന്താ പറയുക, ഫെറ്റീഗ് ഉണ്ടാക്കൂലേ, ഒരു ടയേർഡ്നെസ് പ്ലേയേഴ്സിന് ഉണ്ടാക്കൂലേ? അതൊക്കെ തന്നെയാണ് ഈ ചങ്ങായിക്ക് സംഭവിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ കൂണ്ടയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുത്തുന്നത്. സ്വാഭാവികമായിട്ട് മിസ്റ്റേക്ക് വരും, വന്നില്ലെങ്കിലാണ് അത്ഭുതം. സോ ആളെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഇടപാട് നമ്മൾ ഇനി ചെയ്യുമെന്ന് എനിക്കറിയില്ല, നമ്മൾ ഇതുവരെയും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. സോ ഞാനിപ്പം ആളെ കുറ്റം പറയുന്നില്ല അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് വരുത്തുന്നതിൽ. എനിവേ ബിഗ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് ആളുടെ പ്രോപ്പർ പെർഫോമൻസ് നമ്മൾ ആവശ്യമാണ്. എന്നാൽ പിന്നെ ലീഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ലീഗിൽ നമുക്ക് ഓരോ മാച്ചും ഫൈനൽ പോലെയാണ്, UCLലേക്ക് പോകുമ്പോഴും അപ്പോഴും അങ്ങനെയാണ്. സോ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്ലെയർ ടയേർഡായി നിൽക്കുന്നു, ബിഗ് മാച്ച് വരാൻ നിൽക്കുന്നു, എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, ഐ ഫീൽ സോറി ഫോർ കൂണ്ടെ, റിയലി. പിന്നെ നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ജെറാഡ് മാർട്ടിനെ എങ്ങനെ പണിയണമെന്ന് പ്ലാൻ ഇട്ടിട്ടാണ് അവിടെ റിസൾട്ട് എത്തിയിട്ടുള്ളത്. അത് ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഓരോ അറ്റാക്കിലും ക്ലിയർ ആയിരുന്നു. ജെറാഡ് മാർട്ടിനെ പോയി ചാമ്പുക, അതായിരുന്നു അവരുടെ മെയിൻ പരിപാടി എന്നുള്ളത്. ഫസ്റ്റ് ഹാഫിൽ അവർ ചെയ്യാൻ ശ്രമിച്ചു, സെക്കൻഡ് ഹാഫിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പലപ്പോഴും അവരതിൽ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ബിഗ് മാച്ചസ് ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. റയലിനെതിരെയുള്ള മാച്ച്, അതുപോലെ തന്നെ ഇന്ററിനെതിരെയുള്ള മാച്ച്. ഈ 2 മാച്ചിലും എന്തായാലും ഏറെക്കുറെ നമ്മുടെ ബാൾഡ് അവൈലബിൾ ആവാൻ വേണ്ടി പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു ഫസ്റ്റ് ലെഗിലെങ്കിലും അവൈലബിൾ ആവാൻ വേണ്ടി പോകുന്നില്ല. സെക്കൻഡ് ലെഗിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി ഇന്ററിനെതിരെയുള്ള. അപ്പോൾ ഒക്കെ നമ്മളെ ലെഫ്റ്റ് ബാക്കിൽ മോസ്റ്റ് പ്രോബബ്ലി കളിക്കാൻ വേണ്ടി പോകുന്നത് ബാൾഡ് തന്നെയാണ്. ഇനിയിപ്പം ഹെക്ടർ ഫോർട്ടിനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ജെറാഡ് മാർട്ടിൻ കളിക്കുകയാണെങ്കിൽ ഇന്ററിനെതിരെയുള്ള മാച്ച് എടുക്കാം. അവിടെ ഡംഫ്രീസ് ഫിറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഡംഫ്രീസ് അവിടെ ദഫ്മുട്ടും അറബനമുട്ടും എല്ലാ പരിപാടിയും നടത്തും. എന്താ മാർഗങ്ങൾ കളിക്കേണ്ടി വരും അവിടെ നിന്നിട്ട് ജെറാഡ് മാർട്ടിന്, ഉറപ്പാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇപ്പം ജെറാഡ് മാർട്ടിൻ അറ്റാക്കിലേക്ക് പോകാൻ നോക്കാം. അപ്പോൾ അവിടെ കവർ കൊടുക്കേണ്ട ആളാരാണ്? അതാണ് അടുത്ത കൺസേൺ ആയിട്ടുള്ളത്. അപ്പം ഫ്രാങ്കിയാണ്. അപ്പോൾ ഫ്രാങ്കിൻ്റെ ഡിഫെൻസീവ് അവയർനെസ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അവർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഗോള് ഫ്രാങ്കിക്ക് തടയാമായിരുന്നു. തേർഡ് ഗോളിൽ ഫ്രാങ്കി പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് അത് തടയാനുള്ള പണി എടുക്കണമായിരുന്നു. അത് രണ്ടും ചെയ്തില്ല. ഫ്രാങ്കിക്ക് എപ്പോഴും ഡിഫെൻസീവ് മോഡിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ ബാക്ക് ഫുട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ബോൾ വാച്ചിങ് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് വലിയ അപകടമാണ്. അപ്പോൾ അത് ഇന്ററിനെ പോലത്തെ ഒരു ടീമിനെതിരെ, അല്ലെങ്കിൽ റയൽ എല്ലായിടത്തും തോറ്റു വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സർവ്വകലിപ്പും കോപ്പ ഡെൽ റേന്റെ ഫൈനലിൽ നമ്മളോട് തീർക്കാനുള്ള സാധ്യത ഉണ്ട്. പറയാനൊന്നും പറ്റില്ല, പോസിബിലിറ്റി ഉണ്ട്. റയലാണ് എല്ലാം, ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അങ്ങനത്തെ ടീമിനെതിരെ കളിക്കുന്ന സമയത്ത് ഇനിയും ആൾ പ്രോപ്പറായിട്ട് ഡിഫെൻസീവ്ലി അവെയർ ആവേണ്ടതുണ്ട്. നമുക്ക് കസാഡോ ഇല്ലാത്ത സിറ്റുവേഷനാണ്. കസാഡോ ഉണ്ടെങ്കിൽ നമ്മൾ 2 ഗോൾ അടിച്ചിട്ട് കസാഡോനെ ഇറക്കിയിട്ട് ഡിഫെൻസീവ്ലി നമുക്ക് സ്ട്രോങ് ആക്കാമെന്ന് വിചാരിക്കാം. നമുക്ക് കസാഡോ ഇല്ല. സോ അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഫ്രങ്കി ഓൺ ദ ബോൾ ഓക്കെ, പെഡ്രി കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്, ഓക്കെ ആണ്. പക്ഷേ ഡിഫെൻസീവ്ലി ഓഫ് ദ ബോൾ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അന്നും ഇന്നും അതൊരു കൺസേൺ തന്നെയാണ്. ഓക്കെ, പിന്നെ പെഡ്രിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പെഡ്രി അത്യാവശ്യം ഡെലിവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെഡ്രി മോശം ഉണ്ടായിരുന്നില്ല. എപ്പോഴത്തെയും പെഡ്രിനെ കാണാണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പെഡ്രി ചില ദിവസങ്ങളിൽ ഒരു ഇത്തിരി ഡിപ്പായി എന്ന് വരാം. പക്ഷെ ആള് നിരന്തരം ബോൾസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഫെർമിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൾ കുറെ ട്രൈ ചെയ്തു, കുറെ ഷോട്ടൊക്കെ എടുത്തു, പക്ഷെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഒരു എൻഡിൽ ഔട്ട്പുട്ടോട് കിട്ടിയാലാണ് ആളുടെ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ അപ്പ് ആവുകയുള്ളൂ. ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഡാനി ഓൾമോനെ കൊണ്ടുവരുന്നത്. ഗ്രേറ്റ് പെർഫോമൻസ്. അപ്പോൾ ആ ഒരു സൈനിങ്ങിനെ നമ്മൾ പല സമയത്തും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഉള്ള പോലെ പറയാം. ആ ഒരു പ്രൈസ് ടാഗും അതും ഇതൊക്കെ കാരണം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ പറയാനുള്ളതാണ്, ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ, ഹീസ് എ ഗ്രേറ്റ് നമ്പർ 10.
സോ ആളത് വൺസ് അഗെയിൻ പ്രൂവ് ചെയ്തു, ടീമിന് വേണ്ടി വൺസ് അഗെയിൻ ഡെലിവർ ചെയ്തു. ബാഴ്സൻ്റെ ജേഴ്സിയിൽ എപ്പോഴൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ആൾ തൻ്റെ 100% ഡെലിവർ ചെയ്തിട്ടുണ്ട്. സീസണിൻ്റെ ലാസ്റ്റ് സ്ട്രെച്ചിൽ നമ്മൾ പല പ്ലെയേഴ്സും ടയേർഡ് ആവുന്ന സമയത്ത് കത്തിക്കേറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കത്തിക്കേറേണ്ട ഒരു പ്ലെയറാണ് നമ്മുടെ സ്വന്തം ഡാനി ഓൾമോ എന്നുള്ളത്. സോ ഡാനി ഓൾമോ കത്തിക്കേറട്ടെ, തൻ്റെ വാല്യൂ ഇനിയും ബാഴ്സ ജേഴ്സിയിൽ തെളിയിക്കട്ടെ. ആളുടെ ഫുൾ ഔട്ട്പുട്ട്, ഫുൾ പൊട്ടൻഷ്യൽ, ഒരു പീക്ക് ഡാനി ഓൾമോനെ ഈ ഒരു സീസണിൻ്റെ ലാസ്റ്റ് സ്ട്രെച്ചിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഡാനി ഓൾമോനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഷാർക്ക് വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ഒരു ഗോളൊക്കെ അടിച്ചു പോയി, ഗ്രേറ്റ്. പിന്നെ അടുത്ത കൺസേൺ ആയിട്ട് പറയാനുള്ളത് ലെവൻഡോസ്കിൻ്റെ കാര്യമാണ്. ലെവൻഡോസ്കി എന്താ പറയുക, ഗോളൊന്നും അടിച്ചിട്ടില്ല. ആ ഒരു നമ്മുടെ 3-2 എത്തുന്ന ഗോളിൽ ചെറിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, പക്ഷേ ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും ടീമിൽ വേണം. എസ്പെഷ്യലി UCL മാച്ചിലേക്ക് വരുന്ന സമയത്ത്, കോപ്പ ഡെൽ റേ ഫൈനൽ പോലത്തെ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ആളുടെ എക്സ്പീരിയൻസ് നമുക്ക് പലപ്പോഴും വേണം. ആളെ നമ്മൾ വിമർശിക്കുമെങ്കിൽ പോലും ആളുടെ എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ആ മനുഷ്യൻ ഇഞ്ചുർഡായി, അതാണ് പ്രശ്നം. ആ മനുഷ്യന് ഇഞ്ചുറി ആയി, 2 to 3 വീക്സ് ഔട്ടാവുന്നതാണ് കേൾക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി ഫസ്റ്റ് ലെഗ് കാണൂല ഇന്ററിൻ്റെ, ഫസ്റ്റ് ലെഗ് എന്തായാലും കാണൂല, കോപ്പ ഡെൽ റേ ഫൈനൽ കാണൂല. ഇന്റർനായിട്ടുള്ള സെക്കൻഡ് ലെഗിന് ഉണ്ടാവാനുള്ള ചാൻസും വളരെ വളരെ കുറവാണ്. ഈ റഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. നമുക്കവിടെ ഷാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ലെവൻ്റെ എക്സ്പീരിയൻസിന് പകരം വെക്കാനാവില്ല. ഇപ്പോൾ പല സമയത്തും ലെവ ഗോൾ അടിക്കില്ലെങ്കിൽ പോലും പല ഗോളിലേക്കും വഴിയൊരുക്കുന്ന രീതിയിലുള്ള ലെവൻ്റെ ബ്രില്യൻ മൂവ്മെൻറ്റുകൾ, ലെവ തൻ്റെ ജൂനിയർ പ്ലെയേഴ്സിനെ കമാൻഡ് ചെയ്യുന്നത്, നിങ്ങൾ റീൽസിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഫെർമിനെ കമാൻഡ് ചെയ്യുന്നത് ആ ഒരു സ്പേസിലേക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബ്രില്യൻ പരിപാടികളാണ് ആൾ എടുക്കുന്നുണ്ട്. ചില സമയത്ത് ആൾ ഫിനിഷിങ്ങിൽ മോശമാകുമ്പോഴാണ് നമ്മൾ കുറ്റം പറയുന്നത്. കാരണം സ്ട്രൈക്കറുടെ മെയിൻ പണി ഫിനിഷ് ചെയ്യലാണോ, അതിൽ മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറ്റം പറയും, തെറ്റൊന്നുമില്ല. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് കുറച്ച് കാലത്തിന് നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ എസ്പെഷ്യലി ഇന്ററിനെ പോലത്തെ ടീമിനെതിരെ വരുന്ന സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. എന്ന് പറഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഓക്കെ, പിന്നെ റഫീഞ്ഞൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന 3 ഗോളിലും റഫീഞ്ഞൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് 2 ഗോൾ അടിച്ച് ഒരു അസിസ്റ്റും ആൾ കൊടുത്തിട്ടുണ്ട്. 60 ഗോൾ കോൺട്രിബ്യൂഷനായി റഫീഞ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ. ബാലൻഡിയോറിൽ ആളിപ്പോഴും ടോപ്പിൽ നിൽക്കുകയാണ്, ബാലൻഡിയോർ റേസിൽ. ഗ്രേറ്റ് സീസണാണ് ആളെ സംബന്ധിച്ചിടത്തോളം. റഫീഞ്ഞ് ഇങ്ങനെ തന്നെ പോട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല റഫീഞ്ഞിനെ കുറിച്ച്, നമ്മളെപ്പോഴും പറയുന്നതാണ്. ലെമിൻ വാസ് ഗ്രേറ്റ്, നല്ല രീതിക്ക് ആൾ ഡെലിവറി, നല്ലൊരു ക്യാമിയോ നടത്തി, കുറച്ചേരം റെസ്റ്റും കിട്ടി. എന്നാലും വേണ്ടില്ല, കുറച്ച് റെസ്റ്റ് കിട്ടിയല്ലോ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എറിക് ഗാർഷ്യ വരുന്നുണ്ട് സെൻട്രൽ ബാക്കായിട്ട് കുബാർസിനെ വലിച്ചിട്ട്. അപ്പോൾ ഇനീഗോ ലെഫ്റ്റ് ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോഴും ഇനീഗോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എവറിത്തിങ് വാസ് ഓക്കെ. പക്ഷേ ഇനിയിപ്പോൾ ഇന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെവൻഡോസ്കിൻ്റെ കാര്യം തന്നെയാണ്. ലെവൻഡോസ്കിൻ്റെ, ജെറാർഡ് മാർട്ടിൻ്റെ, കൂണ്ടൻ്റെ. അപ്പം ഇതിൽ എസ്പെഷ്യലി ഇപ്പം ലെവൻഡോസ്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഇന്ററിനെ പോലെ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഡിഫൻസിനെതിരെ അസർബി, ബിസക്ക് വരും, ബാസ്റ്റോണി, ഈ ഡിഫൻസിനെതിരൊക്കെ നമ്മൾ എങ്ങനെ ലെവൻഡോസ്കി ഇല്ലാതെ കളിക്കും? അപ്പം നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഷാർക്കിൻ്റെ കാലുണ്ടെന്ന് പറയാം, പക്ഷേ അവിടെ ലെവൻഡോസ്കിൻ്റെ ബ്രെയിനും കൂടെ വരുമ്പോഴാണ് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് സാരം. ഇനി അവിടെ ഷാർക്ക് സ്റ്റെപ്പ് ചെയ്ത് പെർഫോം ചെയ്ത് ടീമിനെ സേവ് ചെയ്യട്ടെ, അതാണ് ഇനി നടക്കേണ്ടത്. അത് നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ജെറാർഡ് മാർട്ടിനെ ഈ ഡംഫ്രീസ് ഒക്കെ ആണെങ്കിൽ തന്നെ എങ്ങനെ അരച്ച് കലക്കി കുടിക്കും എന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ജെറാർഡ് മാർട്ടിൻ സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊട്ടക്ക് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ കൂണ്ടെ, ഇപ്പോൾ കൂണ്ടേൻ്റെ സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഓപ്പണൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും സ്വാഭാവികമായിട്ട്. കാരണം ആൾ ടയേർഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആളൊന്ന് ട്രിഗർ ചെയ്യിപ്പിച്ച് ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഇന്ററിൻ്റെ അടുത്ത് ഉണ്ടാവുക. നമ്മളെ 2 വിങ് ബാക്സിനെയും മിസ്റ്റേക്ക് വരുത്തിപ്പിക്കുക എന്നുള്ളതായിരിക്കും. കാരണം ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവന്മാരവിടെ മതിൽ പണിതിട്ട് നിൽക്കും. പെർഫെക്റ്റ് ആയിട്ട് അവർ ഡിഫൻസ് സെറ്റപ്പ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അവരുടെ സ്റ്റൈൽ എങ്ങനെയാണ്, അതവർ ഭംഗിയായിട്ട് നിർവഹിക്കും. അപ്പം അങ്ങനെയൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ലെവൻഡോസ്കി ഇല്ലാതെ പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടാണ്. എനിവേ
ഇതൊക്കെ കൺസേൺ ആണ്. പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. എന്നാലാണ് ലാലിഗയും UCL ഒക്കെ നമ്മുടെ കൈപ്പിടിയിലേക്ക് എത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കുറേ നീണ്ടുപോയി എന്നറിയാം. കുറേ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.